ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷം ആറന്മുള വള്ളസദ്യ. എൻ്റെ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹം ആറന്മുള വള്ളസദ്യ കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ റിലേറ്റീവ്സോ അറിയാവുന്നവരൊക്കെ നടത്തിയാലേ നമുക്ക് പോയി കഴിക്കാൻ പറ്റുള്ളൂ, അവരെന്തോ ടിക്കറ്റ്സൊക്കെ തരുമെന്ന് ഉള്ള രീതിയിലായിരുന്നേ. അപ്പോൾ ഇത്തവണ KSRTC ത്രൂ നമുക്ക് ഇങ്ങനെ ടൂറിന് പോയി നമുക്കിത് കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ അറിഞ്ഞത് ബുക്ക് ചെയ്തു, പോയി നന്നായിട്ട് തൊഴുകാനും വള്ളസദ്യ ആസ്വദിക്കാനും ഒക്കെ എനിക്ക് പറ്റിയിട്ടോ. അപ്പോൾ ഇതിന് പള്ളിയോടത്തിൽ ദേവനും ഒരാളായിട്ട് വരുമെന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പോൾ പലതരം കറി ഉണ്ടായിരുന്നു. ഞാൻ എണ്ണ എടുത്തില്ല കേട്ടോ, കറി എന്തോരം ഉണ്ടെന്നൊക്കെ. പക്ഷെ ഒത്തിരി കൂട്ടം ഉണ്ടായിരുന്നു. ഈ കൂടിയിരിക്കണതിൽ തന്നെ 5ഉം 10ഉം ഒക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിങ്ങനെ കൂട്ടി വെച്ചേക്കണതന്നെ നമുക്ക് മനസ്സിലാകാത്ത കൽക്കണ്ടവും മുന്തിരിങ്ങയൊക്കെ ആ പരിപ്പോഴയുടെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു. പപ്പടം തന്നെ 3 നേരം ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഇത് കളയാതെ തിന്നണം എന്നുള്ളതായിരുന്നു, കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് പോയതാണേ. അപ്പോൾ ആദ്യം തന്നെ ഭഗവാന്റെ മുന്നിൽ വിളക്ക് വെച്ചിട്ട് നമുക്ക് പടച്ചോറും കൂട്ടുപായസമാണ് തരുന്നത്. അതിന് ശേഷം കേട്ടോ ചോറ് തന്ന് തുടങ്ങുന്നത്. ചോറിന് ആദ്യം പരിപ്പും നെയ്യുമാണ് തരുന്നത്. അതിന് ശേഷം സാമ്പാർ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചോറ് ഫുൾ ഉണ്ട് കഴിഞ്ഞിട്ടായി പായസം കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ സാമ്പാറിന് ശേഷം പായസം, അതിന് ശേഷമാണ് പിന്നെ മോരുകറിയും കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പം 1ഉം 2ഉം അല്ല 4 കൂട്ടം പായസം ടപ്പേത് ചേട്ടന്മാരായി ഒഴിക്കണുണ്ടായിരുന്നു. എൻ്റെ ആദ്യം ഇട്ട ചോറ് തീർന്നിട്ടില്ലായിരുന്നു, അതിന് മുന്നേ പായസം കൊണ്ടുവന്നു. പക്ഷെ സ്പീഡിൽ കഴിക്കണല്ലോ, എല്ലാവരെയും നോക്കണ്ടേ. അതിന് ശേഷം മോരുകറി, സംഭാരം, രസം, തൈര്, അങ്ങനെ പല സാധനങ്ങളും വന്നു. ചിലതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ പോയത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന്, അത് കാരണം ഈ ഫ്ലാഗൊക്കെ കാണുന്നത്. ആൻഡ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു അറിവായിക്കോട്ടെ എന്നോർത്താണ്. അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർ ഒക്ടോബർ 3 മുന്നേ KSRTC ത്രൂ ഒക്കെ ആണെങ്കിലും പോകാൻ ശ്രമിക്കുക. നല്ലൊരു അനുഭവം.